ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രവൃത്തിയെക്കുറിച്ചും ഊർജ്ജത്തെക്കുറിച്ചുമാണ്. പ്രവൃത്തിയും ഊർജ്ജവും, വർക്ക് ആൻഡ് എനർജി. എക്സാം ലെവലിൽ പറയുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ മാർക്ക് നേടാവുന്ന സെക്ഷനാണ് പ്രവൃത്തിയും ഊർജ്ജവും. കുറേയൊന്നും പഠിച്ചു വെക്കാനില്ല, കുറച്ച് പോയിന്റ് മാത്രം ആ ഒരു ഓർഡറിൽ തന്നെ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും. നേരിട്ട് പോകുന്നു നമ്മുടെ ടോപ്പിക്കിലേക്ക്. പ്രവൃത്തി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വർക്ക്. ഡെയിലി ലൈഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഫിസിക്സിലെ വർക്കും ഡെയിലി ലൈഫിലെ വർക്കും രണ്ടാണ്. ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നൊന്നും പറയുന്നത് ഫിസിക്സിലെ വർക്കായി പരിഗണിക്കാറില്ല. ഫിസിക്സിലെ വർക്ക് എന്ന് പറയുന്നത് അതാകെ രണ്ട് ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതൊക്കെയാണ് ഫിസിക്സിലെ വർക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വാണ്ടിറ്റികൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബലം അല്ലെങ്കിൽ ഫോഴ്സ്, രണ്ടാമത്തത് ഒരു സ്ഥാനമാറ്റം, ഡിസ്റ്റൻസ് എന്നോ ഡിസ്പ്ലേസ്മെൻ്റ് എന്നോ ദൂരമെന്നോ സ്ഥാനാന്തരമെന്നോ പറയാം. പ്രവൃത്തി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകൾ, ഒന്ന് ബലം ഫോഴ്സ്, രണ്ടാമത്തത് സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനാന്തരം, ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെൻറ്റോ ഏതായാലും കുഴപ്പമില്ല, PSC ലെവലിൽ. എങ്ങനെയാണ് ഈ പ്രവൃത്തി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ ബലത്തിൻ്റെ ദിശയിലുള്ള സ്ഥാനമാറ്റത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ദിശയിലുള്ള സ്ഥാനമാറ്റത്തിൻ്റെയും ഗുണനഫലമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ചോദ്യം നിങ്ങളുടെ എത്താൻ പോകുന്നതും ഇതുതന്നെയായിരിക്കും. ബലത്തിൻ്റെ ദിശയിലുള്ള സ്ഥാനമാറ്റത്തിൻ്റെയും ഗുണനഫലത്തെ വിളിക്കുന്ന പേരെന്തെന്ന് ചോദിക്കും. പ്രവൃത്തിയെന്നും ഊർജ്ജമെന്നും ശബ്ദമെന്നും പ്രകാശമെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻ്റെയും അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെയും ഗുണനഫലത്തെ വിളിക്കുന്ന പേരാണ് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി. ഫിസിക്സിൽ നമുക്ക് പ്രവൃത്തി കയ്യിലേക്ക് എത്തി. ഇതിനുശേഷം അറിയേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന്. ഫോഴ്സ് ഉണ്ടെന്നറിയാം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെന്നറിയാം. ഈ രണ്ടിൽ നിന്നും യൂണിറ്റും നമ്മുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂട്ടനാണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് മീറ്ററാണ്. പ്രവൃത്തിയുടെ ഫസ്റ്റ് യൂണിറ്റ് തരുന്നത് ന്യൂട്ടൺ മീറ്റർ. കൂടാതെ ഇതേ ന്യൂട്ടൺ മീറ്ററിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ജൂൾ എന്ന് പറയുന്നത്. പ്രവൃത്തിക്ക് 2 യൂണിറ്റാണ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ, രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ. എക്സാമിന് ചോദിക്കുന്നു ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എത്ര ജൂൾ ആണെന്ന് ചോദിക്കുന്നു. പറയുന്നു ന്യൂട്ടൺ മീറ്ററും ജൂളും തമ്മിൽ ഒരു നമ്പർ കൺവേർഷനും നടക്കുന്നില്ല. ഞാൻ നിങ്ങളോട് 10 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് എന്നോട് പറയാൻ സാധിക്കും അത് 10 ജൂളിന് തുല്യമാണെന്ന്. ചോദിച്ചത് ഒരു ന്യൂട്ടൺ മീറ്റർ എത്രയാണെന്ന്, പറയുന്നു ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് 1 ജൂളാണെന്ന്. പ്രവൃത്തിയുടെ യൂണിറ്റായി. ഇവിടുന്ന് ഒരു പോയിന്റ് കൂടിയേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഏത് വലിയ എക്സാം ആണെങ്കിൽ പോലും ചോദിക്കുന്നത് ഒരു വലിയ ബ്ലോക്ക് തന്നിട്ടുണ്ടാകാം. എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഡിഗ്രി ലെവലിന് ഒരു വലിയ ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഒരു വ്യക്തി മാക്സിമം ഫോഴ്സ് കൊടുത്ത് ആ ബ്ലോക്കിനെ തള്ളുന്നു. കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആണെന്ന് പറയുന്നു. മാക്സിമം ഫോഴ്സ് കൊടുത്ത് അതിനെ തള്ളി, പക്ഷേ അതിന് സ്ഥാനമാറ്റം ഉണ്ടായിട്ടില്ല. ഡി എന്ന് പറയുന്നത് സ്ഥാനമാറ്റം എന്ന് പറയുന്നത് 0ആണ്. സ്ഥാനമാറ്റം 0ആണ് എങ്കിൽ ആ വ്യക്തി ചെയ്ത പ്രവൃത്തി എത്രയാണ് എന്നാണ് ചോദിക്കാറുള്ളത്. പറയുന്നു മാക്സിമം ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്ഥാനമാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോഴ്സ് ഉണ്ട്, സ്ഥാനമാറ്റം 0 ആണ്. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മുടെ എത്തുന്നത് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എത്ര ബലം കൊടുത്ത് നമ്മൾ തള്ളിയാലും സ്ഥാനമാറ്റമില്ല എങ്കിൽ ചെയ്ത പ്രവൃത്തി എത്രയെന്ന് വെച്ചാൽ അത് 0 ആയിരിക്കും. ഞാൻ ഒരു ദിവസം മൊത്തമായി ഒരു ബ്ലോക്ക് മാക്സിമം ഫോഴ്സ് കൊടുത്ത് തള്ളിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും സ്ഥാനമാറ്റമില്ല എങ്കിൽ ചെയ്ത പ്രവൃത്തി 0 ആയിട്ട് പരിഗണിക്കുക. നമ്മുടെ മൂന്നാമത്തെ പോയിന്റാണ് പറഞ്ഞത്. സ്ഥാനമാറ്റമില്ലാതെ എത്ര വലിയ ബലം പ്രയോഗിച്ചാലും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രവൃത്തിയെക്കുറിച്ച് അറിയേണ്ട മേജർ പോയിന്റ്സ് പറഞ്ഞു. എന്താണ് പ്രവൃത്തി, എന്താണ് അതിൻ്റെ യൂണിറ്റ്, എപ്പോഴാണ് പ്രവൃത്തി 0 ആയിട്ട് മാറുന്നതെന്നും. പ്രവൃത്തിയും ഊർജ്ജവും നമ്മൾ എപ്പോഴും ഒരുമിച്ച് പഠിക്കാറുള്ള ടോപ്പിക്കുകളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പഠിച്ച പ്രവൃത്തി വെച്ചാണ് നമ്മൾ ഊർജം എന്താണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഊർജം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. തൊട്ട് മുമ്പ് പഠിച്ച പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവിനെ, കപ്പാസിറ്റി ടു ഡു എ വർക്ക്, ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എനർജി എന്ന് പറയുന്നത്. ഊർജം അല്ലെങ്കിൽ എനർജി.
ഭൂമിയിൽ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. ഭൂമിയിലേക്ക് പല ഊർജ്ജവും വരുന്നുണ്ട്, എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം ഏതെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ ഉൽപ്പാദനത്തിനെ കുറിച്ച് വിശദീകരിച്ചത് ആരാന്ന് വെച്ചത് ഹൻസ് ബേദാണ്. ഹൻസ് ബേദിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സൂര്യനിൽ നടക്കുന്ന ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തിനെ കുറിച്ച് വിശദീകരിച്ചതിനാണ് ഹൻസ് ബേദിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഊർജം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ കഴിവിനെ, കപ്പാസിറ്റി വിളിക്കുന്ന പേരാണ് ഊർജം എന്ന് പറഞ്ഞത്. ഊർജത്തിൻ്റെ ഉറവിടം ഏതെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണെന്ന് പറഞ്ഞേക്കുക. ഇപ്പം പഠിച്ച ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിക്ക് നമ്മളെടുത്ത അതേ യൂണിറ്റ് തന്നെയാണ് ഇവിടെ ഊർജത്തിനും എടുക്കുന്നത്. പ്രവൃത്തിക്കെടുത്ത യൂണിറ്റ് ജൂളായിരുന്നു, അതേ യൂണിറ്റ് തന്നെയാണ് നമ്മൾ ഊർജത്തിനും എടുക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നു ഊർജത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്ന്. ഊർജം അവസാനിക്കുന്ന ജായിൽ തന്നെയാണ്, അതിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഊർജം ജൂളാണ് അതിൻ്റെ യൂണിറ്റ്. ആദ്യമായി ഊർജം അല്ലെങ്കിൽ എനർജി എന്ന പദം ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ പേര് തോമസ് യങ്. പ്രാഥമിക വർണ്ണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചിട്ട് പറയേണ്ടതും തോമസ് യങ്ങിൻ്റെ പേര് തന്നെ. തോമസ് യങ്. 2 ചോദ്യം. ഊർജം എന്ന അല്ലെങ്കിൽ എനർജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാലും പ്രാഥമിക വർണ്ണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാലും പറയേണ്ടത് ഒരാളുടെ പേര് തോമസ് യങ്. ഊർജത്തെക്കുറിച്ച് പറഞ്ഞു. സൂര്യനാണ് നമ്മുടെ ഊർജ്ജ സ്രോതസ് എന്നും പറഞ്ഞു. പ്രകാശം എന്ന് പറയുന്നതും താപം എന്ന് പറയുന്നതും ശബ്ദം എന്ന് പറയുന്നതും ഊർജം തന്നെയാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 2 വ്യത്യസ്തരമായ ഊർജ്ജത്തെക്കുറിച്ച്, ഗതികോർജ്ജത്തെക്കുറിച്ചും സ്ഥിതികോർജ്ജത്തെക്കുറിച്ചും. ഗതികോർജ്ജം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൈനറ്റിക് എനർജി, രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം. ആദ്യം ഗതികോർജ്ജം. എന്താണ് ഗതികോർജ്ജം എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിൻ്റെ ചലനം മൂലം ആ വസ്തുവിന്, ഒരു വസ്തുവിൻ്റെ ചലനം, മൂവ്മെൻറ്റ് മൂലം ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തെ വിളിക്കുന്ന പേരാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഒരു കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാങ്ങ ഞെട്ടറ്റ് താഴത്തേക്ക് വീഴുന്നു, അല്ലെങ്കിൽ ഒരു പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ഉള്ളത് ചലനമാണ്. ഈ ചലനം മൂലം ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജ രൂപത്തെ വിളിക്കേണ്ട പേരാണ് ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ ഫോർമുല, ഇക്വേഷനുണ്ട്. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇക്വേഷനാണ് 12mv². എം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് അല്ലെങ്കിൽ പിണ്ഡം, വി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത, പ്രവേഗം എന്നും പറയാം, വസ്തു ഓടിക്കൊണ്ടിരിക്കുന്ന വേഗത. ഗതികോർജ്ജം, ഒരു വസ്തുവിന് ഗതികോർജ്ജം ഉണ്ടായിരിക്കണമെങ്കിൽ ആ വസ്തുവിനൊരു മാസ് ഉണ്ടായിരിക്കണം, ഒരു ദ്രവ്യം ഉണ്ടായിരിക്കണം. ദ്രവ്യം കൂടാതെ ആ വസ്തു മൂവ് ചെയ്തിരിക്കണം. മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന് മാത്രമാണ് ഊർജം ഉണ്ടാവുകയുള്ളൂ. ഏത്? ഗതികോർജ്ജം ഉണ്ടാവുകയുള്ളൂ. ഗതികോർജ്ജം എന്താണെന്ന് പറഞ്ഞു. ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. കൈനറ്റിക് എനർജി ഈക്വൽ ടു 12mv² ആണ്. മാസും വെലോസിറ്റിയും പിണ്ഡവും വേഗത അല്ലെങ്കിൽ പ്രവേഗവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ആ വസ്തുവിൻ്റെ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ PSC എക്സാമിന് ഇത്രയാണ് മാസ്, ഇത്രയാണ് വെലോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറില്ല. പകരം അവർ ചോദിക്കുന്ന 2 ചോദ്യം വളരെ ഫിക്സഡ് ആണ്. അവർ ചോദിക്കുന്ന 2 ചോദ്യത്തിൽ ഫസ്റ്റ് ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലുമില്ല. ചോദ്യം ഇതായിരിക്കും: വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഒരു വസ്തുവുണ്ട്, ഗതികോർജ്ജമുള്ള വസ്തുവാണ്, മാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇരട്ടിയായിട്ട് മാറി. ആദ്യം m ആയിരുന്നു മാസ് എത്രയായിട്ട് മാറി? 2m, ഇരട്ടിയായിട്ട് മാറി. അങ്ങനെ മാറുകയാണെങ്കിൽ ഉറപ്പായും കൈനറ്റിക് എനർജിയും മാറും, അല്ലെങ്കിൽ ഗതികോർജ്ജവും മാറും. എത്ര മാറി എന്നല്ല ചോദിക്കുന്നത്, ആദ്യത്തേക്കാൾ എത്ര മടങ്ങായി മാറി എന്നാണ് ചോദിക്കുന്നത്. പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ കഴിയുന്ന സെക്ഷൻ ആണെങ്കിലും എക്സാമിന് നമ്മൾ പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണാപ്പാഠം ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പിണ്ഡം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജവും ഇരട്ടിയായിട്ടാണ് മാറുന്നത്. പറയുന്നു, പിണ്ഡം ഇരട്ടിയായി അല്ലെങ്കിൽ മാസ് ഇരട്ടിയായിട്ട് മാറിയാൽ ഗതികോർജ്ജവും എങ്ങനെ തന്നെയാണ് മാറുന്നത്? അത് ഇരട്ടിയായിട്ടാണ് മാറുന്നത്. ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാസ് കഴിഞ്ഞാൽ വെലോസിറ്റിയിലേക്ക്, വേഗതയിലേക്കാണ് പോകുന്നത്. വേഗതയും ഇരട്ടിയായിട്ട് മാറിയെന്ന് പറയുന്നു. ഓടുന്ന ബസ്സിൻ്റെ വേഗത ആദ്യം 10 ആയിരുന്നു, ഇപ്പോൾ ഇരട്ടി 20 ആയിട്ട് മാറി. ആദ്യം v ആയിരുന്നു, ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 2v ആണ്.
2v ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഗതികോർജം കൈനറ്റിക് എനർജിയും എത്രയായി മാറി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയും കാണാപ്പാഠം പഠിക്കേണ്ടത് ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ഇരട്ടിയായിട്ടല്ല മാറുന്നത്, അത് 4 മടങ്ങായിട്ട് മാറുന്നു. ഓർത്ത് വെക്കാൻ എളുപ്പം എന്ന് പറയുന്നത് വിക്ക് എന്ത് കിടപ്പുണ്ട്, ഒരു സ്ക്വയർ കിടപ്പുണ്ട്. വിക്ക് ഒരു സ്ക്വയർ കിടപ്പുണ്ട്. 2vയുടെ സ്ക്വയർ എടുക്കുക എന്ന് വിചാരിക്കുക. 2ൻ്റെ സ്ക്വയർ 4, വിയുടെ സ്ക്വയർ വി സ്ക്വയർ. വെലോസിറ്റി എത്ര മടങ്ങായിട്ട് മാറിയെന്ന് വെച്ചാൽ 4 മടങ്ങായിട്ടാണ് മാറുന്നത്. 2 ചോദ്യം, പിണ്ഡം ഇരട്ടിയായാൽ ഗതികോർജം ഇരട്ടിയായിട്ട് മാറുന്നു. വേഗത ഇരട്ടിയായാൽ അല്ലെങ്കിൽ പ്രവേഗം ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ ഗതികോർജം 4 മടങ്ങായാണ് മാറുന്നത്. 2 ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ ഉറപ്പ് പറയുന്നു, അല്ലെങ്കിൽ ഈ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഗതികോർജത്തിന് ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ മൂവ് ചെയ്യുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവിനും ഉള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഗതികോർജമാണ്. പായുന്ന വെടിയുണ്ട മൂവ് ചെയ്യുകയാണ്. ഒഴുകുന്ന ജലം മൂവ് ചെയ്യുകയാണ്. വീഴുന്ന വസ്തുക്കൾ, മാവിൽ നിന്നൊരു മാങ്ങ വീഴുന്നു. ഉരുളുന്ന കല്ല്, ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണെന്ന് വെച്ചാൽ ഗതികോർജത്തിന് എക്സാമ്പിളാണ്. ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും: ഒരു പുഴ ഒഴുകുന്നു, അതിന് ഉള്ള ഊർജം ഏതാണെന്ന് ചോദിക്കും. ഒഴുകുന്ന പുഴ, ഒരു മൂവ്മെൻ്റ് ഉണ്ട്, അവിടെയുള്ള ഊർജം ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞേക്കത് ഗതികോർജമാണെന്ന്. ഇനി അറിയേണ്ട പോയിന്റ്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വന്നു ½ എന്ന മാസും വെലോസിറ്റിയും, ഇത് രണ്ടും ഭാരവും വേഗതയും കൂടുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഗതികോർജവും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. മാസ് എത്രത്തോളം കൂടുന്നോ ആ വസ്തുവിൻ്റെ ഗതികോർജം കൂടിക്കൊണ്ടിരിക്കും. ഒരു വസ്തു ഓടുന്ന വേഗത എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ചും ഗതികോർജത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഊർജ്ജം ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിരുന്നു. നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ഊർജ്ജം സ്ഥിതികോർജം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പൊട്ടൻഷ്യൽ എനർജി. എങ്ങനെയാണ് സ്ഥിതികോർജം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ട് അതിന്, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ കൊണ്ട്, 2 പോയിന്റ് ഉണ്ട്. ഒന്നുകിൽ സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ, കണ്ടീഷൻ കൊണ്ട് ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജത്തെ വിളിക്കുന്ന പേരാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് സ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂനിരപ്പിൽ ഒരു വസ്തു നിൽക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത് 0 നമ്മൾ പരിഗണിക്കും. ഭൂനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്നു, അതിൻ്റെ സ്ഥാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ഥാനം മൂലം ഭൂനിരപ്പിൽ നിന്ന് ഒരു ഉയരത്തിൽ, ഒരു സ്ഥാനത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജത്തെ വിളിക്കുന്ന പേരാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞത് ½ ആണെന്ന്. സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് mgh. m ഉണ്ട്, g ഉണ്ട്, h, 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇത് 3ഉം കൂടി ഗുണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്മുടെ കയ്യിലെത്തി. mgh എന്താണ് ഈ പറയുന്ന എമ്മും ജിയും എച്ചും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എം ഓൾറെഡി അറിയാം, വസ്തുവിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം, അതിലുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എം എന്ന് പറയുന്നത്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം. ഭൂമി ഓരോ സെക്കൻഡിലും ആ വസ്തുവിനെ ഭൂമിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി വിളിക്കുന്ന പേര് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ, ഭൂനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂമിയിൽ നിന്ന് എത്രത്തോളം ഹൈറ്റിലാണ് എന്നതാണ് എച്ച് പറയുന്നത്. എച്ച് വന്നു ഭൂനിരപ്പിൽ നിന്നുള്ള ഉയരം, ജി വന്നു ഭൂഗുരുത്വ ത്വരണം, എം വന്നു വസ്തുവിൻ്റെ പിണ്ഡം. സ്ഥിതികോർജം അവസ്ഥ മൂലം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തൊട്ട് മുമ്പ് കണ്ടത് വസ്തുവിൻ്റെ സ്ഥാനം മൂലം, എച്ച് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റ് മാറുന്നതിനനുസരിച്ച്, ഭൂമിയിൽ നിന്നുള്ള ഉയരം മാറുന്നതിനനുസരിച്ച് ഊർജ്ജം എങ്ങനെയാണ് കൂടുന്നതെന്ന്. ഇപ്പോൾ പറയാൻ പോകുന്നത് വസ്തുവിൻ്റെ അവസ്ഥ, ഇംഗ്ലീഷിലാണെങ്കിൽ സ്ട്രെയിൻ. ഇതുമൂലം വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ച്. അമർത്തി വെച്ചിരുന്ന സ്പ്രിങ്ങിൽ സ്ട്രെയിൻ മൂലമുണ്ടാകുന്ന ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചാലും പറയേണ്ടത് സ്ഥിതികോർജം തന്നെയാണ്. ഞാനൊരു സ്പ്രിങ് എടുക്കുന്നു, എൻ്റെ ബലം കൊടുത്ത് ഞാൻ അതിനെ ചുരുക്കി വെക്കുന്നു, എൻ്റെ ഊർജ്ജം അതിൽ സംഭരിച്ചു വെച്ചു. ആ ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയേണ്ടതും സ്ഥിതികോർജമാണ്.
ഒരു ബലൂൺ എടുക്കുന്നു, ഊതി വീർപ്പിച്ച് വെക്കുന്നു, മാക്സിമം ഫോഴ്സ് കൊടുത്ത് ഊതി വീർപ്പിച്ച് വെക്കുന്നു. അതിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം ഞാൻ ഉണ്ടാക്കി, ഒരു സ്ട്രെയിൻ അവിടെ സംഭവിച്ചു. അവിടെ ലഭിക്കുന്ന ഊർജ്ജം ഏതാണെന്ന് വെച്ചാൽ പറയേണ്ടതും സ്ഥിതികോർജ്ജം തന്നെ. ജലസംഭരണിയിലെ ജലം എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഡാമിലുള്ള വെള്ളം ഭൂനിരപ്പിൽ നിന്ന് ഒരു ഹൈറ്റിലാണ് ഡാം ഉള്ളത്, ഭൂനിരപ്പിൽ നിന്ന് ഒരു ഹൈറ്റിലാണ് ഡാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡാമിലുള്ള വെള്ളത്തിൻ്റെ ഊർജ്ജം ഏതാണെന്ന് വെച്ചാൽ പറയേണ്ടതും സ്ഥിതികോർജ്ജം തന്നെ. ഇനി പറഞ്ഞ പോയിന്റ് തന്നെ സ്ഥിതികോർജ്ജം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വന്നു mgh. എച്ച് എത്രത്തോളം കൂടുന്നോ, ഹൈറ്റ് ഭൂനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയും അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തി 2ാമത്തെ നിലയിൽ നിൽക്കുന്നു, അതേ വ്യക്തി പിന്നെ പോയിട്ട് 5ാമത്തെ നിലയിൽ നിൽക്കുന്നു. ഏത് വ്യക്തിക്കാണ് ഊർജ്ജം കൂടുതൽ അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഊർജ്ജം കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ നിലയിൽ നിൽക്കുമ്പോൾ മാസിന് വ്യത്യാസമില്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും വ്യത്യാസമില്ല, ത്വരണത്തിനും വ്യത്യാസമില്ല, പിണ്ഡത്തിനും വ്യത്യാസമില്ല. പക്ഷേ എച്ച് മാറി. എച്ച് ആദ്യം 2 മീറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കുക, 2ാമത്തെ കേസിൽ 5 മീറ്റർ ആയിരുന്നു എന്ന് വിചാരിക്കുക. എച്ച് കൂടി, അപ്പോൾ എന്ത് സംഭവിക്കാം? സ്ഥിതികോർജ്ജവും കൂടും. ഭൂനിരപ്പിൽ നിൽക്കുന്ന വ്യക്തിയും ഭൂനിരപ്പിൽ കിടക്കുന്ന വ്യക്തിയും പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നത്, നിൽക്കുന്ന വ്യക്തിക്ക് ഹൈറ്റ് കൂടുതലാണെന്നും കിടക്കുന്ന വ്യക്തിക്ക് ഹൈറ്റ് കുറവാണെന്നും സങ്കല്പിക്കുകയാണെങ്കിൽ കിടക്കുന്ന വ്യക്തിക്ക് സ്ഥിതികോർജ്ജം കുറവും നിൽക്കുന്ന വ്യക്തിക്ക് സ്ഥിതികോർജ്ജം കൂടുതലുമായിരിക്കും. സ്ഥിതികോർജ്ജത്തെക്കുറിച്ച് പറഞ്ഞു, ഗതികോർജ്ജത്തെക്കുറിച്ച് പറഞ്ഞു, ഊർജ്ജത്തെക്കുറിച്ച് പറയുന്നു. ഒരു പോയിന്റ് കയ്യിലേക്ക് തരുന്നത്, ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ശബ്ദ ഊർജ്ജത്തിന് ഒരിക്കലും ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഊർജ്ജത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം, കൺസർവേഷൻ ഓഫ് എനർജി. ഊർജം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമാണ് സാധിക്കുന്നത്. ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് ഊർജ്ജമായി മാറ്റാൻ സാധിക്കും എന്ന് പറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം വരാറില്ല. വരുന്ന ചോദ്യം കൺവേർഷൻ ഓഫ് എനർജിയാണ്. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഒരു ഉപകരണം നമ്മുടെ കയ്യിലേക്ക് തന്ന് അവിടെ ഊർജ്ജം ഏത് രൂപത്തിൽ നിന്ന് ഏത് രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ ഏത് രൂപത്തിലേക്കാണ് മാറുന്നത് എന്നുള്ള ചോദ്യമാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഊർജ്ജ സംരക്ഷണ നിയമം പറഞ്ഞു. ഇനി ഒരു ചെറിയ സെക്ഷനും കൂടിയുണ്ട്, ഊർജ്ജ സമവാക്യം എന്ന് പറയുന്നത്. ഊർജ്ജ സമവാക്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. E=mc². ആപേക്ഷിക സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഊർജ്ജ സംരക്ഷണ നിയമം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2 ചോദ്യമാണ് പ്രതീക്ഷിക്കേണ്ടത്. ഊർജ്ജ സമവാക്യം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേര് പറഞ്ഞേക്കുക. ഏതാണ് ഊർജ്ജ സമവാക്യം എന്ന് ചോദിച്ചത് E=mc² ആണെന്നും. എം എന്ന് പറയുന്ന വസ്തുവിൻ്റെ പിണ്ഡമാണ്, സി എന്ന് പറയുന്നത് പ്രവേഗം വെലോസിറ്റിയുമാണ്. E=mc² ആണ് ഊർജ്ജ സമവാക്യമായി നമ്മൾ പരിഗണിക്കാറുള്ളത്. പ്രവൃത്തിയും പറഞ്ഞു, നമ്മൾ ഊർജ്ജവും പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം.